പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി യൂട്യൂബിൽ കൂടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനവുമായി ജീവനായ ക്രിസ്തുവിൻ്റെ ജീവനുള്ള വചനവുമായി ദൈവം മുൻപാകെ താണിരിപ്പാൻ ഈ പൂപ്പരപ്പിൽ സർവശക്തനായ ദൈവം ഒരവസരം കൂടെ ഒരുക്കി തന്നതോർത്ത് നന്ദി പറയുന്നു. അടിയനെ യൂട്യൂബിൽ കൂടെ ശ്രവിക്കുന്ന ജാതി മത സംഘടനാ വ്യത്യാസമെന്നെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ അടിയൻ്റെ സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു. കഴിഞ്ഞ ദിനങ്ങളിൽ ആയിരുന്നിടങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ കരുതലും കാവലും കൃപയും കൂടെ ഇരുന്ന് അടിയനെയും കുടുംബത്തെയും വഴി നടത്തി. ആയിരുന്നിടങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഇരുന്നതോർത്ത് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് കാലവർഷക്കെടുതിയിലും യുദ്ധങ്ങളും പലവിധ മേഖലകളിൽ പ്രതിസന്ധികളിൽ കൂടെ ദൈവജനം കടന്നു പോകുമ്പോൾ ദൈവമക്കൾ വിശുദ്ധിക്ക് വേണ്ടി, വേർപാടിന് വേണ്ടി നിലനിന്ന് ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങൾ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകേണ്ടത് ഈ കാലഘട്ടങ്ങളിൽ ആവശ്യമാണ്. ഞാൻ ഒരു ചെറിയൊരു ചിന്ത, വീഡിയോ നീണ്ടുപോകുന്നു എന്നുള്ള പറച്ചിലിന് പേടിച്ചിട്ടല്ല. കാണുന്നവർ കാണട്ടെ, കാണാത്തവർ കാണണ്ട, അതൊന്നും എൻ്റെ ഒരു വിഷയമല്ല. നമുക്ക് വ്യൂസ് കൂട്ടാനൊന്നുമല്ല. ഒരാളെങ്കിലും ഇത് കേട്ട് വിടുതൽ പ്രാപിക്കുമെങ്കിൽ, അവർക്കൊരാശ്വാസമാകുമെങ്കിൽ അത് അങ്ങനെ ആയിരിക്കട്ടെ. ദൈവം വചനം കേൾക്കുന്നവരെയും കേൾക്കാത്തവരെയും, ദൈവത്തിൻ്റെ സൃഷ്ടികളാണല്ലോ മാനവകുലം, എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യത്തിൽ നിന്ന്, അല്ലെങ്കിൽ വാക്യങ്ങളിൽ നിന്ന് ഒരു ചെറിയൊരു ചിന്ത തന്ന് പ്രാർത്ഥനയ്ക്കായി സമയം വേർതിരിക്കുകയാണ്. മനുഷ്യനെ പാപത്തിലേക്ക് വീഴ്ത്തുന്ന സാത്താൻ്റെ തന്ത്രങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള ഭാഗങ്ങളിൽ നിന്ന് 4 ചിന്ത ഓടിച്ച് പറഞ്ഞ് പ്രാർത്ഥനയ്ക്കായി സമയം വേർതിരിക്കുന്നു. മനുഷ്യനെ പാപത്തിലേക്ക് വീഴ്ത്തുന്ന സാത്താൻ്റെ 4 തന്ത്രങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള ഭാഗത്തിൽ നിന്ന് ചില ചിന്തകൾ തന്ന് ദൈവജനത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. അതിൽ ഒന്നാമത്തെ ചിന്ത എന്ന് പറഞ്ഞാൽ, ഹവ്വ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല. ഹവ്വ ദമ്പതികളുടെ ചരിത്രം, അതൊക്കെ ഒരുപാട് പ്രസംഗങ്ങൾ കേട്ടവരാ. കേൾക്കാത്ത തിരുവചന ധ്യാനത്തിൽ കൂടെ കിട്ടിയ ഒരു 4 ചിന്ത. തിമത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 2-ന്റെ 14 വാക്യം വായിക്കുമ്പോൾ, ആദാമല്ല ഹവ്വ അത്രേ വഞ്ചിക്കപ്പെട്ട് ലംഘനത്തിൽ അകപ്പെട്ടതെന്ന് അപ്പോസ്തലനായ പൗലോസ് വിശദമായിട്ട് അവിടെ മുകളിലോട്ട് വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാം. ഇപ്പോൾ വിഷയത്തിലേക്ക് വരുമ്പോൾ, ഇത് മറ്റുള്ളവരും കൂടെ കേൾക്കുന്നത് കൊണ്ട് ശാന്തമായ അന്തരീക്ഷത്തിൽ മൃദുലമായ ശബ്ദത്തിലും ദൈവവചനത്തിൽ കൂടെ ദൈവം സംസാരിക്കട്ടെ. ഏദൻ തോട്ടത്തിൽ ആദാം ഹവ്വ ദമ്പതികളെ ദൈവം താമസമാക്കി അവർക്ക് ചില വ്യവസ്ഥകളും കൊടുത്തിരുന്നു. നന്മതിന്മകളെക്കുറിച്ച് 2-ാം അധ്യായം നമ്മൾ 16 മുതലുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ, നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നുന്ന നാളിൽ മരിക്കും എന്നൊരു ദൂത് ദൈവം അവിടെ കൊടുത്തിരുന്നു.
അങ്ങനെ ഇവരെ തക്ക തുണയുണ്ടാക്കി 2:18 മുതലുള്ള ഭാഗങ്ങൾ താഴ്ത്ത് വായിക്കുമ്പോൾ തക്ക തുണയുണ്ടാക്കി കൊടുത്തു. അവരെ തോട്ടത്തിലാക്കി. ദൈവം കടന്നു വരും, അവർ സംസാരിക്കും. അങ്ങനെയായിരുന്നു. ആ ഭാഗം എല്ലാവരും പ്രസംഗിക്കപ്പെടുന്ന വിഷയമാണ്. അത് ഭാഗം വിട്ടിട്ട് ദൈവമായിട്ടുള്ള സംഭാഷണം 3-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ തന്ത്രശാലിയായ പിശാച് അവൻ തോട്ടത്തിൽ നുഴഞ്ഞു കയറി എന്ന് പറയുന്നതാണ് ശരി. എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഹവ്വ വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഹവ്വ വിളിച്ചിട്ടില്ല, നീ ഇവിടേക്ക് കയറി വാ എന്ന് വിളിച്ചിട്ടില്ല, സംസാരിച്ചിട്ടില്ല, ഒന്നുമില്ല. ക്ഷണിക്കപ്പെടാതെ കയറി വന്നു. ക്ഷണിക്കപ്പെടാതെ കയറി വന്ന് ഹവ്വായെ സമീപിച്ച് ഹൃദയത്തിൽ സംശയം ജനിപ്പിക്കുന്നു. ഒന്നാമത്തെ കാരണം, മനുഷ്യനെ പാപത്തിലേക്ക് വീഴ്ത്തുന്ന സാത്താൻ്റെ തന്ത്രങ്ങളിൽ ഒന്നാമത്തെ കാരണം, സാത്താൻ ക്ഷണിക്കപ്പെടാത്ത, വളരെ ശ്രദ്ധിച്ച് കേൾക്കണം, ക്ഷണിക്കപ്പെടാത്ത ഒരു വ്യക്തിയാണ്. എന്ന് പറഞ്ഞാൽ അഭ്യുദയകാംക്ഷിയായി മനുഷ്യനെ സമീപിച്ച് ഹൃദയത്തിൽ സംശയം ജനിപ്പിക്കുന്നു. സാത്താൻ ക്ഷണിക്കപ്പെടാത്ത അഭ്യുദയകാംക്ഷിയായി മനുഷ്യനെ സമീപിച്ച് ഹൃദയത്തിൽ സംശയം ജനിപ്പിക്കുന്നു. വിഷയം ഇതാണ്. ഹവ്വ സാത്താനെ അന്വേഷിക്കുകയോ ഏദൻ തോട്ടത്തിലേക്ക് ക്ഷണിക്കുകയോ ചെയ്തിട്ടല്ല അവനെ ഹവ്വായെ തേടി തോട്ടത്തിലേക്ക് കടന്നു വന്നത്. എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു അഭ്യുദയകാംക്ഷിയെപ്പോലെ സ്നേഹം നടിച്ച് സംഭാഷണം ആരംഭിച്ച് അവൻ ദൈവത്തിൻ്റെ നന്മയെക്കുറിച്ച് ഹവ്വായിൽ സംശയം ജനിപ്പിച്ചു. ഞാനവിടെ ഒരു ചെറിയൊരു ചിന്ത തരാം. 4 കാര്യം ഓടിച്ചു പറഞ്ഞ് നിർത്തുവാൻ താല്പര്യപ്പെടുകയാണ്. ഇതിനെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. കൊരിന്ത്യർക്ക് 2-ാം ലേഖനം 2:11 പറയുന്നു, സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, പിശാചിൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവർ അല്ലല്ലോ. ഒരുപാട് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ മന്ത്രവാദങ്ങളും കൂടോത്രങ്ങളും ആഭിചാരങ്ങളെക്കുറിച്ച് പറഞ്ഞ് ജനത്തെ പേടിപ്പിച്ചിട്ടിരിക്കും. എന്തിനാണ് ദൈവജനം പേടിക്കുന്നത്? ദൈവജനം പേടിക്കേണ്ട കാര്യം ഒരു തൊട്ട പിശാചും. മന്ത്രവാദിക്ക് കാശ് കൊടുത്താൽ മന്ത്രവാദം ചെയ്യും. അതിന് നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ദൈവമക്കൾ യേശു കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ പേടിക്കേണ്ട കാര്യമില്ല. അത്രയും മാത്രം അറിഞ്ഞാൽ മതി. അതൊക്കെ മന്ത്രവാദം ഫലിക്കുമോ എന്നുള്ള വീഡിയോ ഒക്കെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. സംശയം കൊണ്ടുവന്നിടുക. ദൈവം പറഞ്ഞ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിങ്ങൾക്ക് ഇഷ്ടം പോലെ തിന്നാം. നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്. സാത്താൻ തന്ത്രപരമായി. അപ്പോൾ സാത്താനെ ക്ഷണിക്കുകയൊന്നും വേണ്ട, അല്ലാതെയും കയറി വരും. മത്തായി 12:43-44 വാക്യം കൂടെ ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം. ഒരുവനെ വിട്ട് സാത്താൻ യേശുക്രിസ്തു പറഞ്ഞ കാര്യം. അപ്പോൾ അതുകൊണ്ട് അവനെ ക്ഷണിക്കുകയൊന്നും വേണ്ട. അവന് അവകാശം ഉണ്ടെങ്കിൽ അവൻ വരും. ഇനി ഇവിടെ അവകാശം പറയാൻ യഥാർത്ഥത്തിൽ ഹവ്വായുടെ മേലെ ഒന്നുമില്ല. പക്ഷേ നമ്മൾ ശരിക്ക് പറഞ്ഞാൽ യെഹെസ്കേൽ പ്രവചനം 28:12 മുതൽ 18 വരെയും യെശയ്യാ 14:12 മുതൽ 18 വരെ 16 വരെയുള്ള ഭാഗങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അറിയാം ഇവൻ ആരായിരുന്നു, എവിടെയായിരുന്നു, എന്തായിരുന്നു. എൻ്റെ ഒരു ഇതേ ഉള്ളൂ. എൻ്റെ ഒരു ആത്മീയ ചിന്ത എന്ന് പറയുന്നത്, ദൈവജനത്തിന് ദൈവം പ്രമാണം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പ്രമാണത്തിൽ നിന്ന് വഴിതെറ്റിച്ച്
അവരെ വീഴ്ത്തുക എന്നുള്ളതാണ്. അത് ഏത് വിധേനയാകാം. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. യോഹന്നാൻ എഴുതുന്ന ലേഖനം 2:16 തോന്നി ഇങ്ങനെ പറയുന്നു, ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. അപ്പോൾ ഇതിലേക്ക് വീഴ്ത്താൻ അവൻ പല തന്ത്രങ്ങൾ മെനയും, സംശയങ്ങൾ കൊണ്ടുവന്നിടും. പക്ഷെ അവിടെ ദൈവജനം ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തത്തിൽ മുറുകെ പിടിക്കുക. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ആദാമിനെ ഹവ്വായെ കുറിച്ചൊക്കെ ഞാൻ ഒരുപാട് മെസ്സേജുകൾ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അപ്പോൾ ഒന്നാമത്തെ അവൻ്റെ വിഷയം എന്ന് പറയുന്നത് സംശയം ജനിപ്പിക്കുക, സംശയം ഹൃദയത്തിൽ കൊണ്ടുവന്നിടുക. ദൈവത്തിൽ നിന്ന് എങ്ങനെയും അകറ്റി നിർത്തുക അവൻ്റെ തന്ത്രം. കാരണം ഒരിക്കൽ അവൻ സ്വർഗത്തിലിരുന്ന് ആരാധിച്ചവന് അവനെ വെട്ടി താഴെ ഇട്ട് കഴിഞ്ഞപ്പോൾ ലൂക്കോസ് 10:18 പറയുന്നു, അവൻ മിന്നൽ പോലെ ആകാശത്തുനിന്ന് വീഴുന്നത് ഞാൻ കണ്ടെന്ന് പറയുന്നത് പോലെ അവന് കിട്ടാത്ത ഒരു നന്മ മനുഷ്യന് വേണ്ട, അല്ലെങ്കിൽ അവന് കിട്ടാത്ത ഒരു പദവി മനുഷ്യന് വേണ്ട എന്നുള്ള തന്ത്രത്തോടുകൂടെ അവൻ ഏദൻ തോട്ടത്തിൽ നുഴഞ്ഞ് കയറി. ഹവ്വായുടെ തെറ്റെന്ന് ഞാൻ പറയുന്നില്ല, കാരണം തെറ്റ് തന്നെയാണ്. അപ്പോസ്തലനായ പൗലോസ് എടുത്ത് തിമോഥെയോസിന് എഴുതിയ 1 ലേഖനം 2:14 എടുത്ത് എഴുതിയിരിക്കുന്നത് കൊണ്ട് ഹവ്വായാണ് വഞ്ചിക്കപ്പെട്ട് ലംഘനത്തിൽ അകപ്പെട്ടത് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഒന്നാമത്തെ വിഷയം ഞാൻ പറഞ്ഞല്ലോ, സാത്താൻ ക്ഷണിക്കപ്പെടാത്ത അഭ്യുദയകാംക്ഷിയായി മനുഷ്യനെ സമീപിച്ച് ഹൃദയത്തിൽ സംശയം ജനിപ്പിക്കുന്നു. ഒന്നാമത്തെ മനുഷ്യനെ പാപത്തിലേക്ക് വീഴ്ത്തുന്ന സാത്താൻ്റെ ഒന്നാമത്തെ തന്ത്രം. രണ്ടാമതായിട്ട് ദൈവം കൽപ്പിച്ചിരിക്കുന്നത് തെറ്റാണെന്ന് പ്രഖ്യാപിച്ച് ദൈവത്തിലുള്ള മനുഷ്യൻ്റെ വിശ്വാസം തകർക്കാൻ സാത്താൻ ശ്രമിക്കുന്നു. ദൈവം കൽപ്പിച്ചിരിക്കുന്നത് തെറ്റാണെന്ന് പ്രഖ്യാപിച്ച് ദൈവത്തിലുള്ള മനുഷ്യൻ്റെ വിശ്വാസം തകർക്കുവാൻ സാത്താൻ അവൻ ശ്രമിക്കുക. ഈ രണ്ടാമത്തെ തന്ത്രം, ദൈവം പറയുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ തോട്ടത്തിൽ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിച്ചാൽ നിശ്ചയമായും മരിക്കുകയില്ല എന്നുള്ള സാത്താൻ്റെ ദൃഢമായ പ്രസ്താവന. മരിക്കത്തില്ല, എന്ത് ചെയ്യും? ദൈവം പറഞ്ഞത് തിന്നുന്ന നാളിൽ മരിക്കും. ഞാനിതിനെക്കുറിച്ച് ഇതിനു മുമ്പ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഒരാൾ പറഞ്ഞ് നെറ്റില്ല, അതുകൊണ്ട് ഇതെല്ലാം കേൾക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു, നീ കേൾക്കണ്ട, എനിക്ക് കേൾക്കണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. അപ്പോസ്തലന്മാരും കർത്താവായ യേശു ക്രിസ്തുവൊക്കെ വചനം പറഞ്ഞിട്ട് പറഞ്ഞു, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെന്ന്. പറയേണ്ടതാണ് നമ്മുടെ കടമ. അപ്പോൾ അത് ഇപ്പോൾ തിന്നരുതെന്നല്ലേ പറഞ്ഞത്. ഞാൻ അവിടെ ഒന്ന് കടന്ന് ആത്മീയമായിട്ടൊന്ന് ചിന്തിക്കാം. തോട്ടത്തിലുള്ള ഉൽപ്പത്തി 2:16 മുതലുള്ള ഭാഗങ്ങൾ വായിച്ചാണ്, 18 വരെ വായിച്ചാണ്. തോട്ടത്തിലുള്ള സകല വൃക്ഷത്തിൻ്റെ ഫലം നിങ്ങൾക്ക് തിന്നാം, ഇഷ്ടം പോലെ തിന്നാം. നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്. ഇപ്പോൾ തിന്നരുതെന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ദൈവമക്കൾക്കുള്ളൊരു ദൂത്. സൺഡേ സ്കൂളൊക്കെ പഠിച്ച് വിശ്വാസം വരുമ്പോൾ വിശ്വാസ സ്നാനം രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് വീണ്ടും ജനനം പ്രാപിച്ച് വിശ്വാസ സ്നാനം സ്വീകരിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെട്ട് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം വായിച്ച് അതിലെഴുതിയിരിക്കുന്ന സഭയുടെ അടിസ്ഥാന ഉപദേശങ്ങൾ അനുസരിച്ച് വിശുദ്ധിയോടെ വേർപാടോടെയൊക്കെ നടന്ന് ക്രിസ്തുവിൻ്റെ തലയോളം വചനം പഠിച്ച്
ശുദ്ധീകരണം പ്രാപിച്ച് ക്രിസ്തു എന്ന തലയോളം വളർന്നു കഴിയുമ്പോൾ തിന്നാന്നല്ലേ പറഞ്ഞത്. അതാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഇപ്പം തിന്നരുത്, ഇപ്പം തിന്നത് ഈ പ്രായമായിട്ടില്ല. അതുകൊണ്ട് സഭയ്ക്ക് ദൂതെഴുതുമ്പോൾ ജയിക്കുന്നവന് ഞാൻ ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കും. ഇവിടെ പരീക്ഷയാണ്. സാത്താൻ്റെ തന്ത്രമാണ് മനുഷ്യനെ പാപത്തിലേക്ക് വീഴ്ത്തുവാനുള്ള രണ്ടാമത്തെ തന്ത്രമാണ്. ദൈവം കൽപ്പിച്ചിരിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞ് തിന്നുന്ന നാളിൽ മരിക്കുകയില്ല. പണ്ടൊരുത്തൻ പറഞ്ഞു, ദൈവം കള്ളം പറഞ്ഞു, സാത്താൻ സത്യം പറഞ്ഞു. ദൈവം പറഞ്ഞു തിന്നുന്ന നാളിൽ മരിക്കും, സാത്താൻ പറഞ്ഞു മരിക്കുകയില്ലെന്ന്. അപ്പോൾ സാത്താൻ സത്യം പറഞ്ഞില്ലേ? ആ പറഞ്ഞ വ്യക്തിക്ക് പലവട്ടം ഞാൻ ദൂത് കൊടുത്തിട്ടുണ്ട്, ആളുടെ പേര് ഞാൻ പറയുന്നില്ല. ആ വ്യക്തി മനസ്സിലാക്കണം, ആത്മീയ മരണമാണ് അവിടെ സംഭവിക്കുന്നത്. എസ്കേൽ 18:20 എടുത്ത് വായിക്കണം. പാപം ചെയ്യുന്ന ദേഹി മരിക്കുമെന്ന, ദേഹം മരിക്കുമെന്നല്ല, ദേഹത്തിൽ നിന്ന് ജീവൻ വിടാൻ ദേഹി മരിക്കുമെന്ന. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. ദേഹി അവിടെ മരിച്ച്. ഇപ്പൊ രണ്ടാമത്തെ തന്ത്രം, സാത്താൻ്റെ രണ്ടാമത്തെ തന്ത്രമെന്ന് പറയുന്നത് ദൈവം കൽപ്പിച്ചിരിക്കുന്നത് തെറ്റാ. ഇന്നും അതാണല്ലോ പറയുന്നത്. ഇന്ന് ഓരോന്നൊക്കെ വന്ന് പറയുന്നു യേശുക്രിസ്തു ഭാരതീയനാണ്, യേശുക്രിസ്തു എൻ്റെ പുസ്തകമല്ല ബൈബിള്. ഒരു വിവരമില്ലാതൊക്കെ ഓരോന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. നമ്മളതൊന്നും കേൾക്കാൻ പോകണ്ട. നമ്മൾ സത്യവചനത്തിൽ ഉറച്ചു നിൽക്കുക. കാരണം അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ തിമോഥെയോസിന് എഴുതിയ 1 ലേഖനം 4:1 ഭാവി കാലത്ത് വ്യാജാത്മാക്കളും ഭൂതാത്മാക്കളും ഒക്കെ എഴുന്നേൽക്കുമെന്ന് ആത്മാവ് തെളിവായി പറയുകയാണ്. അപ്പം ഈ ഭൂതാത്മാക്കളും വ്യാജാത്മാക്കളും ഒക്കെ എഴുന്നേൽക്കുന്നതാണ്. ഇത് എഴുന്നേൽക്കുമെന്ന് AD 60 കാലഘട്ടങ്ങളിൽ, 58-60 കാലഘട്ടങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ പ്രവചിച്ചു വച്ചിരിക്കുക. ആത്മാവ് തെളിവായിട്ട് പറയുക, ഭാവി കാലത്ത്. തിമോഥെയോസിന് എഴുതിയ 2 ലേഖനം 3:1-7 വായിക്കുമ്പോൾ അവിടെ എഴുതി വച്ചിട്ടുണ്ട്, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും. സ്വസ്നേഹികളും വമ്പ് പറയുന്നവരും ദാർഢ്യക്കാരും ഭീഷണി പറയുന്നവരും ഒക്കെ എഴുന്നേൽക്കുമെന്ന് അവിടെ വിശദമായിട്ട് എഴുതി വച്ചിട്ടുണ്ട്. ഭാവി കാലത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞു, ഞാൻ യൂട്യൂബിലിട്ടുണ്ട്. നമ്മൾ പറയുന്നതെന്ന് ആരും കേൾക്കുന്നില്ല. അത് കേട്ടോ കേട്ടില്ലെന്നില്ല. 2026 തൊട്ട് യുദ്ധങ്ങൾ തുടങ്ങും. 2027 മുതൽ ക്ഷാമം, ഭൂകമ്പം ഇതെല്ലാം ഉണ്ടാകുമെന്ന് 2 വർഷങ്ങൾക്ക് മുൻപേ പറഞ്ഞതാണ്. നമുക്കിവിടെ ആരുടെ ഇതൊന്നും വേണ്ട. ദൈവാത്മാവ് പറയുന്നു, അതുപോലെ ചെയ്യുന്നു, അതുപോലെ പറയുന്നു. നമുക്കിതൊന്നും എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്തിടാനുള്ള ആവശ്യമൊന്നുമില്ല. കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ. അപ്പോൾ സാത്താൻ്റെ രണ്ടാമത്തെ തന്ത്രം, ദൈവം പറയുന്നത് തെറ്റ്, സാത്താൻ പറയുന്നത് ശരിയാണ്. ഇന്ന് അങ്ങനെയല്ലേ? ദൈവത്തിൻ്റെ ആത്മാവ് കുറവുകളെ വെളിപ്പെടുത്തിയാൽ അത് ആർക്കും ഇഷ്ടമല്ല. ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടുന്നില്ല. കുറവ് വെളിപ്പെടുത്തിയാൽ ആർക്കും ഇഷ്ടപ്പെടുന്നില്ലെന്ന് ഒരു മനുഷ്യനും ഇഷ്ടപ്പെടുന്നില്ല. ഉള്ളത് തുറന്നു പറഞ്ഞാലും ഇഷ്ടപ്പെടുന്നില്ല. കുറെ നന്മകളുടെ ദൂതും പറഞ്ഞ് ദൈവദാസന്മാർ ഒരുപാട് പേര് കഷ്ടപ്പെടുന്നു. രോഗത്താലും ബലഹീനതയാലും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ നിവൃത്തിയില്ലാതെ, ബുക്ക് വാങ്ങാൻ നിവൃത്തിയില്ലാതെ ഒരുപാട് പേര് ദൈവദാസന്മാർ കഷ്ടപ്പെടുന്നു. ദൈവദാസന്മാരുടെ കുഞ്ഞുങ്ങൾ കഷ്ടപ്പെടുന്നു. വിവാഹം കഴിച്ചയക്കാൻ നിവൃത്തിയില്ലാതെ കഷ്ടപ്പെടുന്നു. ആരെങ്കിലും ഒന്ന് സഹായിക്കൂ? സഹായിക്കുന്നവരുണ്ട്. ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ വീഡിയോ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. മൂന്നാമത്തെ തന്ത്രമാണ് സാത്താൻ ഭൗതികമായ അഭ്യുന്നതി വാഗ്ദാനം ചെയ്ത് ദൈവത്തെ
അനുസരിക്കാതിരിക്കുവാൻ മനുഷ്യന് പ്രേരണ നൽകുന്നു. ദൈവത്തെ അനുസരിക്കാതിരിക്കാൻ പ്രേരണ നൽകുക മൂന്നാമത്തെ കാര്യം. സാത്താൻ പറയുക, നീ ഈ ഫലം ഭക്ഷിച്ച നീ ദൈവത്തെ പോലെയാകുമെന്ന്. അമ്മച്ചി വിചാരിച്ചു, ശരിയാണല്ലോ, ദൈവത്തെ പോലെയാകുമെങ്കിൽ ഏറ്റവും നല്ലതല്ലേ. നീ തിന്നാൽ നീ ദൈവത്തെ പോലെയാകും, തിന്നില്ലെങ്കിൽ നിനക്ക് എന്നും ഇങ്ങനെ തന്നെ ഇരിക്കാം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നാ? അതിൻ്റെ അർത്ഥം എന്നാ? ദൈവത്തെക്കാളുപരി യാക്കോബ് 4:4 പറയുന്നുണ്ട്, ലോകമോഹം ദൈവത്തോടുള്ള ശത്രുത്വമാണ്. കാരണം അവൻ ഇമ്പമായി സംസാരിച്ച് ശലോമോൻ പറയുന്നുണ്ട്, സാക്ഷിവാക്യം 26-25, ഇമ്പമായി സംസാരിക്കുമ്പോൾ അവനെ വിശ്വസിക്കരുത്, അവൻ്റെ ഹൃദയത്തിൽ 7 വെറുപ്പുണ്ടെന്ന്. അപ്പോൾ ബാക്കിയൊക്കെ കുറേ പിശാചിൻ്റെ തന്ത്രങ്ങളെക്കുറിച്ചും മന്ത്രവാദങ്ങളെക്കുറിച്ചും ഒക്കെ വീഡിയോയിൽ ഇഷ്ടം പോലെ കിടപ്പുണ്ട്. പക്ഷെ ഞാൻ ഉൽപ്പത്തി പുസ്തകം 3:1 മുതൽ 6 വരെയുള്ള ഭാഗത്തിൽ നിന്ന് 4 ചിന്ത തന്ന് പ്രാർത്ഥിക്കാൻ. ദൈവത്തെ പോലെ എങ്ങനെയാകുന്നത്? ദൈവം ആരാ? എബ്രായർ 12:29, അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. മോശ പോലെ ഒരിക്കൽ പറഞ്ഞ്, എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞു. നീ എന്നെ കണ്ടവൻ ജീവിച്ചിരിക്കത്തില്ല. പുറപ്പാട് ദിവസം 33-ാം അധ്യായം 12 മുതൽ 23 ഭാഗങ്ങൾ വായിച്ചു നോക്കിക്കേ. അപ്പം മോശ കണ്ട ദൈവം ആര്, അബ്രഹാം കണ്ട ദൈവം ആര്? എല്ലാം യേശുക്രിസ്തു തന്നെയാണ്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. യോഹന്നാൻ 1:18, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ദൈവത്തെ കാണാൻ കഴിയില്ല, കണ്ടവൻ ജീവിച്ചിരിക്കുകയില്ല എന്ന് ദൈവം തന്നെ പറയും. അബ്രഹാമിന് വെളിപ്പെട്ടത്, മോശയ്ക്ക് വെളിപ്പെട്ടത്, ഹാഗാറിന് വെളിപ്പെട്ടത്, യാക്കോബിന് വെളിപ്പെട്ടത്, ഇതെല്ലാം യേശുക്രിസ്തു തന്നെ. അപ്പോൾ ശത്രുവിൻ്റെ മൂന്നാമത്തെ തന്ത്രം മനസ്സിലായല്ലോ, ഭൗതികമായ വാഗ്ദത്തം. ഇപ്പം മത്തായി 4-ാം അധ്യായം പഠിച്ചു നോക്കിക്കേ. യേശുക്രിസ്തുവിൻ്റെ അടുത്ത് വന്നത് 40 ഉപവാസം കഴിഞ്ഞപ്പോൾ കല്ലുമായിട്ടാണ് വന്നത്. പച്ചന കല്ലുമായിട്ടാണ് വന്നത്. ഞാനിതൊക്കെ പ്രസംഗിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗം വിടുകയാണ്. എന്ന് പറഞ്ഞാൽ നിത്യതയെക്കുറിച്ചൊരു വെളിപ്പാടോ, കുറവുകളെ ഏറ്റുപറഞ്ഞ് അനുദപിച്ച് മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നാൽ നിനക്കൊരു വിടുതലുണ്ടെന്ന് പറയുകയോ. കുറവുകളില്ലാത്ത മനുഷ്യരില്ല, ആരെയും കുറ്റം പറയുന്നില്ല. എല്ലാവരുടെ ജീവിതത്തിലും കുറവുകളുണ്ട്. അനുദിനം ഏറ്റുപറഞ്ഞ് നിരപ്പ് പ്രാപിക്കേണ്ടിടത്ത് നിരപ്പ് പ്രാപിച്ച് ഒരു അനുതാപ വാക്യത്തോടെ കടന്നു വന്ന് ദൈവസന്നിധിയിൽ താണിരുന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്കൊരു മറുപടി ഉണ്ട്. എൻ്റെ വിഷയം അതല്ല, സാത്താൻ്റെ തന്ത്രമാണല്ലോ. അപ്പോൾ മൂന്നാമത്തെ കാര്യം പറഞ്ഞല്ലോ, സാത്താൻ ഭൗതികമായ അഭ്യുന്നതി വാഗ്ദാനം ചെയ്ത് ദൈവത്തെ അനുസരിക്കാതിരിക്കുവാൻ മനുഷ്യന് പ്രേരണ നൽകുന്നു. റോമർ 5:22, ഏകൻ്റെ ലംഘനത്താൽ പാപത്താൽ മരണവും ഭൂമിയിലേക്ക് കടന്നു. മരണം കടന്നതിന് അങ്ങനെയല്ലേ. അടുത്ത 4-മതൊരു കാര്യം കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ താല്പര്യപ്പെടുന്നു. 4, സ്നേഹബന്ധങ്ങൾ മുതലെടുത്ത് പാപത്തിൽ വീഴ്ത്തുവാൻ സാത്താൻ ശ്രമിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഹവ്വ തിന്നു, വൃക്ഷഫലം തിന്നു. ഇതിനൊക്കെ ഒരുപാട് ആത്മീയാർത്ഥങ്ങളൊക്കെ ഉണ്ട്, ഞാനിത് പറഞ്ഞിട്ടുമുണ്ട്. തിന്നിട്ട് നേരെ കൊണ്ടുപോയി ഭർത്താവിനും കൊടുത്തു.
ഇത് എവിടെ നിന്നാണ് എന്താണെന്ന് ചോദിക്കാതെ പുള്ളി എന്ത് ചെയ്തു, വാങ്ങിച്ചങ്ങടിച്ചു. അപ്പോൾ കിട്ടിയത് എൻ്റെ ഒരു ആത്മീയചിന്തയിൽ പറഞ്ഞാൽ, തിന്നാൽ ദൈവം നഷ്ടപ്പെടും, തിന്നില്ലെങ്കിൽ ഹൗവ നഷ്ടപ്പെടും. ഒന്ന്. രണ്ട്, പുള്ളി ചുറ്റുപാടുമൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ വേറെ ഇനി ആരുമില്ല. അതുകൊണ്ട് ഇന്നുള്ള ആദാമാരായിരുന്നെങ്കിലുള്ള അവസ്ഥയാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, സഹോദരന്മാരാകട്ടെ, സഹോദരിമാരാകട്ടെ, ദൈവദാസന്മാരാകട്ടെ, ദൈവദാസിമാരാകട്ടെ, വിശ്വാസ കുടുംബങ്ങളാകട്ടെ, ഇനി അല്ലാത്തവരാകട്ടെ, കുടുംബം എന്ന് പറയുമ്പോൾ അത് തിരുവെഴുത്തിൻ പ്രകാരം, ദൈവവചനപ്രകാരം, തിമോഥെയോസിന് എഴുതിയ 4-2 അധ്യായം വായിച്ചു കഴിഞ്ഞാൽ മതി. ഏക ഭാര്യയുടെ ഭർത്താവ്, അതുപോലെ തിരിച്ച് ഏക ഭർത്താവ്, ഒരു കുടുംബം, ഒരു ദൈവം. ഞാൻ പറയാറുണ്ട്, ഒരു ഡോക്ടർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അത് വിശദമായിട്ട് അപ്പോസ്തലനായ പൗലോസ് എഴുതി വച്ചിരിക്കുക. സ്നേഹബന്ധങ്ങളെ മുതലെടുത്ത് പാപത്തിൽ വീഴ്ത്തുവാൻ സാത്താൻ എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിൽ കൂടെ ആകാമെന്ന്, അതാണ് ചുരുക്കി പറഞ്ഞ. ഭക്ഷണത്തിൽ കൂടെ ആകാം, ഭക്ഷണത്തിൽ കൂടെ വീഴ്ത്തുക, ഭക്ഷണം കൊടുത്ത് വീഴ്ത്തുക, ഭക്ഷണം വാങ്ങിച്ചു കൊടുത്ത് വീഴ്ത്തുക. അമ്മച്ചി തിന്നു, അപ്പച്ചനും കൊടുത്തു, അതിന് കുഴപ്പമില്ല. അപ്പച്ചനും അമ്മച്ചിയാണ്, അല്ല അമ്മച്ചി അപ്പച്ചനുമാണല്ല. ആദ്യം അമ്മച്ചി തിന്നത് കൊണ്ട് അമ്മച്ചിക്ക് മുൻസ്ഥാനം വന്നു. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് എടുത്തു പറഞ്ഞു, ആദാമല്ല ഹൗവ അത്രേ വഞ്ചിക്കപ്പെട്ട് ലംഘനത്തിൽ അകപ്പെട്ടത്. ഇതിനെക്കുറിച്ച് ദുർവ്യാഖ്യാനമുണ്ട്. ഞാൻ ഒരിക്കൽ വീഡിയോയിൽ ഇട്ടതാണ്, എങ്കിലും ഒന്നുകൂടെ എടുത്തു പറയാം. ഈ ബൈബിള് കോട്ടിക്കളയുന്ന ചിലരുണ്ട്. അതുകൊണ്ട് ഒരു ചെറിയൊരു ചിന്ത. യോഹന്നാൻ 3:12 നിങ്ങൾ വായിക്കുമ്പോൾ, കയ്യിൻ ദുഷ്ടനിൽ നിന്നുള്ളവനെന്ന് അവിടെ ഒരു പദം കിടക്കുന്നു. ശരിക്കും പറഞ്ഞാൽ അത് തെറ്റാണ്, അവിടുത്തെ ആ ട്രാൻസ്ലേഷൻ തെറ്റാണ്. അവിടെ കയ്യിൻ ദുഷ്ടനിൽ നിന്നുള്ളവനല്ല എന്ന് തെളിവ് ഞാൻ തരാം, തന്നിട്ട് ആ ഭാഗത്തേക്ക് വരാം. ഉൽപ്പത്തി പുസ്തകം 4:1-2 വാക്യം വായിച്ചു കഴിഞ്ഞാൽ, ആദം ഹൗവയെ പരിഗ്രഹിച്ചു, ഒരു പുരുഷ തലമുറയെ കിട്ടി, ഒരു കുഞ്ഞിനെ കിട്ടി, അല്ലെങ്കിൽ ഒരു ആൺ തലമുറയെ കിട്ടി എന്ന് പറഞ്ഞ് അവന് കയ്യിൻ എന്ന് പേരിട്ടു. അപ്പോൾ അവൻ ദുഷ്ടനിൽ നിന്നുള്ളവനാണോ? അല്ല. എന്നാൽ അവിടെ എഴുതിയിരിക്കുന്ന പദം എന്താ? അതെടുത്തുകൊണ്ട് പല വ്യക്തികൾ എന്നോട് ചോദിച്ചു, പാമ്പിൽ നിന്ന് കിട്ടിയതാണ്. അവർക്കൂടെ ഒരു മറുപടി ആയിക്കോട്ടെ, കാണുന്നെങ്കിൽ കേൾക്കുന്നെങ്കിൽ അവർക്കൂടെ ഒരു മറുപടി ആയിക്കോട്ടെ. അത് 100% തെറ്റാണ്. ആത്മാവിനാൽ എഴുതപ്പെട്ട വചനമാണിത്. ആത്മാവിനാൽ ഇത് വിവേചിക്കണം. അല്ലാത്ത ഒരൊറ്റ ഒരുത്തനും ബൈബിള് വായിച്ചിട്ട് ദുർവ്യാഖ്യാനം നടത്തരുത്. അവിടെ എന്താ യോഹന്നാൻ എഴുതി 1 ലേഖനം 3:12 എന്താ പറയുന്നത്? അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ പലവട്ടം പറഞ്ഞു, എന്നേക്കാൾ അറിവുള്ള ദൈവദാസന്മാർ പലപ്പോഴും പറഞ്ഞു, ഈ ബൈബിൾ ഞങ്ങൾക്ക് മലയാള പരിഭാഷയ്ക്ക് എഴുതി തന്നത് ചാത്തുണ്ണി മേനോനും വൈദ്യനാഥ അയ്യരുമാണ്. അവർക്ക് പറഞ്ഞു കൊടുത്തത് അവർ എഴുതി. മോസസ് സാർവതി എന്ന യഹൂദൻ പറഞ്ഞു കൊടുത്തത് എഴുതി. ഇംഗ്ലീഷ് അറിയാത്ത ഞങ്ങൾക്കൊക്കെ തന്നു. അതുകൊണ്ട് ഞങ്ങൾ ഹൈന്ദവ സഹോദരങ്ങളോട് ഭയങ്കര സ്നേഹം. അപ്പോൾ പറഞ്ഞത് മനസ്സിലായല്ലോ.
യോഹന്നാൻ എഴുതിയ 1-12 വരുമ്പോൾ അവിടുത്തെ ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കാ. അതിനാ യെശയ്യാ 34:16 അതിനെപ്പോഴും പഠിക്കണം, വായിക്കണം എന്ന് പറയുന്നത്. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവൻ, ഒന്നിനോടൊന്ന് ഇണയില്ലാതിരിക്കുകയില്ല. ദൈവത്തിൻ്റെ വായല്ലോ കൽപ്പിച്ചത്, അവൻ്റെ ആത്മാവത്രേ അതിനെ കൂട്ടി വരുത്തിയത്. പത്രോസ് എഴുതിയ 2-19 മുതൽ 21 വരെയുള്ള വാക്യം, പ്രവചനം ഒരിക്കലും മനുഷ്യരുടെ ഇഷ്ടത്താൽ സ്വയമായി ഉളവാകുന്നതല്ലെന്ന് ഒന്നാമതായി അറിഞ്ഞുകൊള്ളണം. ഒന്നാമത് അറിയണം, ഇത് പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ച വചനങ്ങളാണ്. അല്ലാതെ ഇത് ഈ ദൈവമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത, ദൈവവചനവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത വ്യക്തിക്കടുത്ത് ഇത് കോട്ടിക്കളയാനുള്ളതല്ല. ഇത് അവർക്കാർക്കും കോട്ടിക്കളയാനുള്ളതല്ല. കയ്യിൻ ദുഷ്ടനിൽ നിന്നുള്ളവനെന്നല്ല, ദുഷ്ടത പ്രവർത്തിക്കുന്നവനായിരുന്നു എന്നാണ് യഥാർത്ഥ ട്രാൻസ്ലേഷൻ. കയ്യിൻ ദുഷ്ടത പ്രവർത്തിക്കുന്നവനായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു തെളിവ് കൂടെ തരാം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം, ഹാവേലിനെ കൊന്നതിന് ശേഷം ദൈവം ചോദിക്കുന്നു, 4-ാം അധ്യായം 7, 8, 9 വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നീ നന്മ ചെയ്യുന്നു എങ്കിൽ എനിക്ക് പ്രസാദമുണ്ടാകയില്ലയോ? അപ്പോൾ ഇവൻ ഒന്ന് നന്മ ചെയ്യുന്നതല്ലായിരുന്നു, 2 ദോഷം പ്രവർത്തിക്കുന്നവനായിരുന്നു, ദുഷ്ടത പ്രവർത്തിക്കുന്നവനായിരുന്നു എന്നുള്ളതാണ് ശരി. അതുകൊണ്ട് ആവശ്യമില്ലാത്ത വ്യാഖ്യാനമൊക്കെ നിർത്തിവെച്ചിട്ട് പരിശുദ്ധാത്മാവുള്ള ഫിലിപ്പോസുമാർ വ്യാഖ്യാനിക്കട്ടെ, അതിന് യാതൊരു കുഴപ്പവുമില്ല. അല്ലാതെ ഷണ്ണന്മാർ വായിച്ചിട്ടൊന്നും യാതൊന്നും മനസ്സിലാവില്ല. എടുത്ത് ദൈവവചനം കോട്ടിക്കളയരുത്, അത് ശാപമായിട്ട് കിടക്കും. എൻ്റെ വചനം വൃഥായി എടുക്കരുത്, എൻ്റെ നാമം വൃഥായി എടുക്കരുതെന്ന് ദൈവം പറഞ്ഞിരിക്കുന്നത് കൊണ്ട് എടുക്കരുത്, അത് ശാപമായിട്ട് കിടക്കും. അതുകൊണ്ട് ഇങ്ങനെ അങ്ങ് വായിച്ചു പോയാലും കുഴപ്പമൊന്നുമില്ല. അവരവർക്ക് ലഭിച്ച ഇതിനകത്ത് ഇത് സമുദ്രമാണ്, വിശുദ്ധ ബൈബിൾ സമുദ്രമാണ്. ഇതിനകത്ത് മുയലിനും പോകാം, ആട്ടിൻകുട്ടിക്കും നീന്താം, ആനയ്ക്കും ഇതിനകത്ത് നീന്താം. അതുകൊണ്ട് നമുക്ക് സാത്താൻ്റെ 4 തന്ത്രങ്ങൾ ഒന്നുകൂടെ പറഞ്ഞു തരാം. ഉൽപ്പത്തി പുസ്തകം 3-1 മുതൽ 6 വരെയുള്ള ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ 4 തന്ത്രങ്ങളെ, മനുഷ്യനെ പാപത്തിലേക്ക് വീഴ്ത്തുന്ന സാത്താൻ്റെ തന്ത്രങ്ങൾ. 1, സാത്താൻ ക്ഷണിക്കപ്പെടാത്ത അഭ്യുദയകാംക്ഷിയായി മനുഷ്യനെ സമീപിച്ച് ഹൃദയത്തിൽ സംശയം ജനിപ്പിക്കുന്നു. 2, ദൈവം കൽപ്പിച്ചിരിക്കുന്നത് തെറ്റാണെന്ന് പ്രഖ്യാപിച്ച് ദൈവത്തിലുള്ള മനുഷ്യൻ്റെ വിശ്വാസം തകർക്കുവാൻ സാത്താൻ ശ്രമിക്കുന്നു. 3, സാത്താൻ ഭൗതികമായ അഭ്യുന്നതി വാഗ്ദാനം ചെയ്ത് ദൈവത്തെ അനുസരിക്കാതിരിക്കുവാൻ മനുഷ്യന് പ്രേരണ നൽകുന്നു. കാരണം യോഹന്നാൻ എഴുതിയ 1-5-19 സകലവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു. 4, സ്നേഹബന്ധങ്ങൾ മുതലെടുത്ത് പാപത്തിൽ വീഴ്ത്തുവാൻ സാത്താൻ പരിശ്രമിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ 4 തന്ത്രങ്ങൾ, അവൻ്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കി ഏത് വിധനെയും വശീകരിക്കാം. ചിലരാണെങ്കിൽ ഈ 2 ശമൂവേൽ 2-ാം പുസ്തകം പഠിക്കുമ്പോൾ 15-ാം അധ്യായം വശീകരണം, ചുംബനത്തിൽ കൂടെ വശീകരണം, സ്നേഹത്താൽ മയക്കുന്നു. പല വിധത്തിലാണ് സാത്താൻ്റെ തന്ത്രം. ഇപ്പം ശിംശോനെ ഒതുക്കണമെങ്കിൽ ന്യായാധിപന്മാർ 16-ാം അധ്യായത്തിലേക്ക് പോയാൽ മതി. മയക്കുക, സ്നേഹത്തിൽ മയക്കി. അതുകൊണ്ടായിരിക്കും അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർ 3-ാം അധ്യായം 1-2 വാക്യം, ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആർ? സാത്താൻ്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് സന്തോഷത്തോടെ സമാധാനത്തോടെ ആയിരിക്കാം. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും, ജാതിമത സംഘടനാ വ്യത്യാസമെന്ന് എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അവിടുത്തെ കരങ്ങളിലേക്ക് അടിയനെ കുടുംബമായി 3 കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, തിരുവചനവുമായി സാത്താൻ മനുഷ്യനെ പാപത്തിലേക്ക് വീഴ്ത്തുന്ന 4 കാര്യങ്ങളെക്കുറിച്ച് പറയുവാനിടയായല്ലോ. ദൈവം അവിടുന്ന് ആ തിരുവചനത്തിൽ കൂടെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് സംസാരിപ്പാൻ കൃപ ചെയ്തതോർത്ത് നന്ദി പറയുന്നു. സകല മഹത്വം പുകഴ്ച അപ്പന് അർപ്പിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോകരാഷ്ട്രങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സമാധാനം, സന്തോഷം കൊടുക്കണം.
29 സംസ്ഥാനത്തിലെ മുഖ്യന്മാർക്കായി പ്രാർത്ഥിക്കുന്നു, ഭരണാധികാരികൾക്കായി പ്രാർത്ഥിക്കുന്നു, പ്രധാനമന്ത്രിക്കായി പ്രാർത്ഥിക്കുന്നു, പ്രസിഡന്റിനായി പ്രാർത്ഥിക്കുന്നു. നീതി ന്യായം നടത്തുവാൻ ദൈവം അവിടെ നിന്ന് ഇടയാക്കണം. ഓരോ വ്യക്തികൾക്കും കർത്താവെ സമാധാനവും സന്തോഷവും കൊടുക്കണം. രാജ്യം കാക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു, അവരുടെ കുടുംബാംഗങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടും ശുശ്രൂഷിക്കുന്ന കർത്തൃഭൃത്യന്മാർക്കായി, കുടുംബാംഗങ്ങൾക്കായി, കുഞ്ഞുകുട്ടികൾക്കായി പ്രാർത്ഥിക്കുന്നു. സ്കൂളിൽ പോകുവാൻ നിവൃത്തിയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്, കുഞ്ഞുങ്ങളെ കെട്ടിക്കുവാൻ നിവൃത്തിയില്ലാത്തവരുണ്ട്, ഭാരപ്പെടുന്നവരുണ്ട്. എല്ലാവരെയും ദൈവം അവിടെ നിന്ന് അനുഗ്രഹിക്കണം. കർത്താവിൻ്റെ ഓരോ കുടുംബങ്ങളിലും വെളിപ്പെടണം. 1200-ലധികം ദൈവദാസന്മാർ, കുടുംബങ്ങൾ, പല വ്യക്തികൾ അതിലധികം ജയിലിൽ കഴിയുന്നു. അവരെ കുടുംബങ്ങൾക്ക് ആശ്വാസം നൽകണം. കാരാഗൃഹത്തിൽ നിന്ന് വിടുവിക്കുന്ന ദൈവം അവരെയും അവിടെ നിന്ന് വിടുവിക്കണം. രാജ്യത്ത് സമാധാനം നൽകണം എന്ന് പ്രാർത്ഥിക്കുന്നു, കരങ്ങളിലേൽപ്പിക്കുന്നു. ഡോക്ടർമാർക്കായി, നഴ്സുമാർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ പരിജ്ഞാനത്തോടെ, വിവേകത്തോടെ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പോലീസ് അധികാരികൾക്കായി പ്രാർത്ഥിക്കുന്നു. നീതി ന്യായം നടത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ജഡ്ജിമാർക്കായി പ്രാർത്ഥിക്കുന്നു, വക്കീലന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ എല്ലാവരെയും ദൈവം അവിടെ നിന്ന് അനുഗ്രഹിക്കണം. ജോലിയില്ലാതെ, കർത്താവെ മഴക്കെടുതിയാണല്ലോ, ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്. കർത്താവെ വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, രോഗികളായി കിടക്കുന്നവരുണ്ട്. എല്ലാവരെയും ദൈവം അവിടെ നിന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഈ തിരുവചനം കേൾക്കുന്നവർക്ക് ഒരാശ്വാസവും സമാധാനവും സന്തോഷവും ഉണ്ടാകുവാൻ ദൈവം ഇടയാക്കണം. പിശാച് ഒരു മനുഷ്യനെ പാപത്തിലേക്ക് വീഴ്ത്തുന്ന 4 കാര്യങ്ങളെക്കുറിച്ച് പറയുവാനിടയായി. ആ 4 കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിന്ന് ആ നിത്യതയുടെ വെളിപ്പാട് പ്രാപിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ദൈവം ഇടയാക്കണം. കടഭാരത്തിൽ കുടുങ്ങിക്കിടക്കുന്നവരുണ്ട്. കർത്താവെ അവരെല്ലാവരെയും ദൈവം അവിടെ നിന്ന് അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തണം, തിരുനാമ മഹത്വത്തിനാക്കി തീർക്കണം. അടിയനെ താഴ്ത്തുന്നു. കർത്താവെ ഈ തിരുവചനം പറയുവാൻ അടിയനും കൃപ തന്നല്ലോ, നന്ദി പറയുന്നു. മഹത്വവും പുകഴ്ചയും അങ്ങെടുക്കും. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. മുഴുമഹത്വം അങ്ങെടുക്കുക. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ട വചനം കേട്ടവർ, കേൾക്കാത്തവർ, എല്ലാ പ്രിയപ്പെട്ടവർ, മാനവകുല എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായി തീരട്ടെ. മുഴുമഹത്വം എടുക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു ആൾ അബണ്ടൻലി. ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.